കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗോരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ അൾട്ടിമേറ്റ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലേൺവൈസിൽ ജോയിൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട്. 7592939616 എന്നുള്ളതാണ് നമ്പർ. ഞാൻ ഒന്നുകൂടി പറയാം, നോട്ട് ചെയ്ത് നോക്കുക. 7592939616. So all the best for your upcoming IGNO exams. Thank you. Welcome to LearnWise. ഇഗ്നോ ഫോക്കസ് 2.0 ഇഗ്നോ മുൻകാല ചോദ്യ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പർ എന്ന് പറയുന്നത് MA സോഷ്യോളജിയിലെ MSO 001 എന്ന് പറഞ്ഞ പേപ്പർ ആയിട്ടുള്ള സോഷ്യോളജിക്കൽ തിയറീസ് ആൻഡ് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്ന പേപ്പറാണ്. ജേണൽ അനാലിസിസ് പാർട്ടിലേക്ക് സ്വാഗതം. നമ്മുടെ പേപ്പർ ആയിട്ടുള്ള കോർ പേപ്പർ ആയിട്ടുള്ള MSO 001 സോഷ്യോളജിക്കൽ തിയറീസ് ആൻഡ് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്ന പേപ്പറിന്റെ സിലബസ് കവറേജും അതിൽ വരുന്ന ടോപ്പിക്സുകൾ ഏതൊക്കെയാണെന്നും നോട്ടബിൾ ആയിട്ടുള്ള എക്സാം പാറ്റേൺസും ട്രെൻഡ്സും ഒക്കെയാണ് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യുന്നത്. നമ്മൾ ഇന്ന് ഇവിടെ എടുത്തിരിക്കുന്ന പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുന്നത് ജൂൺ 2022 ഡിസംബർ 2023 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് ബ്ലോക്കുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ബ്ലോക്കുകൾ യൂണിറ്റുകളായിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ യൂണിറ്റിന്റെ അടിയിലും ഡിഫറെന്റ് സബ് ടോപ്പിക്സുകൾ വരുന്നുണ്ട്. സോഷ്യോളജിക്കൽ തിയറീസ് ആൻഡ് കോൺസെപ്റ്റ്സ് റിലേറ്റ് ചെയ്ത് വരുന്ന ടോപ്പിക്സുകളാണ് ഉള്ളത്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഇഗ്നുവിന്റെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് 2 സെക്ഷൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സെക്ഷൻ 1 സെക്ഷൻ 2 എന്ന് പറഞ്ഞിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ 2 സെക്ഷനിൽ നിന്നും ആൻസർ എഴുതേണ്ടതായിട്ടുണ്ട്. ഇനി അനാലിസിസ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ബൈ സെക്ഷൻ. ഈച്ച് ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും ഈ പറയുന്ന സെക്ഷൻ 1ഉം സെക്ഷൻ 2വിനകത്തുനിന്നും അറ്റ്ലീസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പറയുന്നത് ഇഗ്നു. അതായത് സെക്ഷൻ 1ൽ നിന്ന് 2 ക്വസ്റ്റ്യനും സെക്ഷൻ 2ൽ നിന്ന് 2 ക്വസ്റ്റ്യൻ എഴുതണം. ഈ 2 ക്വസ്റ്റ്യൻസ് എഴുതുന്നത് നമുക്ക് 20 മാർക്ക് ഓരോ ക്വസ്റ്റ്യൻസ് വരുന്ന രീതിയിലായിരിക്കും നമ്മൾ എഴുതുന്നുണ്ടാവുക. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അഡീഷണൽ ആയിട്ട് ഏതെങ്കിലും ഒരു സെക്ഷനിൽ നിന്ന് എടുത്ത് എഴുതേണ്ടതായിട്ടുണ്ട്. ഇനി ടോപ്പിക്സ് കവേർഡ് ഇൻ ഈച്ച് സെക്ഷൻ. ഫോളോയിങ് കീ തീംസ് ആർ നോട്ടഡ് ഇൻ ഈച്ച് സെക്ഷൻ. സെക്ഷൻ 1നകത്ത് പ്രൈമർലി ഫോക്കസ് ചെയ്യുന്നത് ഫണ്ടമെന്റൽ തിയറീസും കോൺസെപ്റ്റ്സും ആണ്. സോഷ്യോളജിയുടെ ഫണ്ടമെന്റൽ തിയറീസും കോൺസെപ്റ്റ്സും ഒക്കെയാണ് സെക്ഷൻ 1നകത്ത് ചോദിക്കുന്നത്. ഉദാഹരണത്തിന് മാക്സിയൻ തിയറി, വെബേറിയൻ പെർസ്പെക്റ്റീവ്, സോഷ്യൽ സ്ട്രക്ചർ, പാഴ്സൺസ് ആക്ഷൻ തിയറി, ഫങ്ഷണലിസം, നിയോ ഫങ്ഷണലിസം, പവർ ഡൈനാമിക്സ് ഇൻ ലോക്കൽ കമ്മ്യൂണിറ്റീസ്, ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് സെക്ഷൻ 1നകത്തുനിന്ന് പ്രധാനമായിട്ടും കണ്ടുവരുന്നത്. ഇനി സെക്ഷൻ 2 എടുത്തു കഴിഞ്ഞാൽ കണ്ടംപററി ഇഷ്യൂസും അതിന്റെ ആപ്ലിക്കേഷൻ തിയറീസും ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ്സും ഒക്കെയാണ് നമുക്ക് സെക്ഷൻ 2നകത്തുനിന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് അതിനകത്ത് വരുന്ന എക്സാമ്പിൾസ് നമുക്ക് പറയുകയാണെങ്കിൽ മോഡേണിറ്റി, എത്നിസിറ്റി, സിവിൽ സൊസൈറ്റി, ഡെമോക്രസി, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, പോസ്റ്റ് മോഡേണിസം, ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആണ് സെക്ഷൻ 2നകത്തുനിന്ന് ചോദിക്കുന്നത്. ഇനി ഫ്രീക്വൻസി ഓഫ് ടോപ്പിക്സ്. ബൈ അനലൈസിംഗ് ദ ഫ്രീക്വൻസി ഓഫ് ക്വസ്റ്റ്യൻസ് ഓഫ് സ്പെസിഫിക് ടോപ്പിക്സ് ദ ഫോളോയിങ് ട്രെൻഡ്സ് ആർ ഒബ്സർവ്ഡ്. അതായത് നമ്മൾ ഇനി നോക്കുന്ന ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്ന പല പല ഏരിയാസും അതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ട്രെൻഡ്സും ആണ് നമ്മൾ ഇനി നോക്കുന്നത്. കൺസിസ്റ്റന്റ്ലി കവർ ചെയ്യുന്ന ടോപ്പിക്സ്, അതായത് എക്സാമിന് കൂടുതലായിട്ടും ചോദിച്ചു വരുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് മാക്സിയൻ തിയറി, മാക്സിയൻ തിയറിയുടെ സർപ്ലസ് വാല്യൂ, ക്രിട്ടിക് ഓഫ് ക്യാപിറ്റലിസം, ക്ലാസ്, ഏലിനേഷൻ പോലുള്ള കോൺസെപ്റ്റ്സുകൾ ചോദിക്കുന്നുണ്ട്. ഇനി വെബേറിയൻ തിയറി എടുത്തു കഴിഞ്ഞാൽ വെബേറിയൻ തിയറിയുടെ ബ്യൂറോക്രസി, പവർ, അതോറിറ്റി, എന്റർപ്രണർഷിപ്പ്, ഇതുപോലുള്ള ചോദ്യങ്ങളാണ് കൂടുതലായിട്ടും വെബേറിയൻ തിയറിനകത്ത് ചോദിച്ചതായിട്ട് കാണുന്നത്. ഇനി സോഷ്യൽ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ AR റാഡ്ക്ലിഫ് ബ്രൗണിന്റെയും ഇവാൻസ് പാട്രിയാക്കിന്റെയും സോഷ്യൽ സ്ട്രക്ചറിന്റെ കോൺസെപ്റ്റ്സുകളാണ് സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് ചോദിക്കുന്നത്. ഇനി പവർ എന്ന് പറയുന്ന ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ പവറിനകത്ത് നിന്ന് ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ വേരിയസ് പെർസ്പെക്റ്റീവ്സ് ആണ്. വേരിയസ് പെർസ്പെക്റ്റീവ്സ് വരുന്നത് ഫൊക്കാൾട്ടിന്റെ പെർസ്പെക്റ്റീവ് ചോദിക്കുന്നുണ്ട്, മില്ലറുടെ പെർസ്പെക്റ്റീവ് ചോദിക്കുന്നുണ്ട്, ദഹാലിന്റെ പെർസ്പെക്റ്റീവ് ചോദിക്കുന്നുണ്ട്. ഇതേപോലെ പവർ റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സുകൾ ചോദിക്കുന്നുണ്ട്. ഇനി എമർജിംഗ് ആൻഡ് കണ്ടംപററി ടോപ്പിക്സ്.
കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസിൽ കാണപ്പെടുന്ന ടോപ്പിക്സുകളും ഇനി വരാൻ സാധ്യതയുള്ള ടോപ്പിക്സുകളും ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഡേണിറ്റി ആൻഡ് മോഡേണൈസേഷൻ, അതായത് ആന്റണി ഗിഡൻസിന്റെ ഒക്കെ മോഡേണിറ്റിയുടെ കോൺസെപ്റ്റ്സുകൾ എന്താണ്, അവരുടെ സോഷ്യോളജിക്കൽ ആയിട്ടുള്ള പെർസ്പെക്റ്റീവ്സ് എന്താണ് ഈ ടോപ്പിക്കിനകത്ത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ എത്നിസിറ്റി എടുത്തു കഴിഞ്ഞാൽ ബാർത്തിന്റെ എത്നിസിറ്റി മോഡൽ ചോദിക്കുന്നുണ്ട്, ഇൻസ്ട്രുമെന്റലിസ്റ്റ് അപ്രോച്ചുകൾ ചോദിക്കുന്നുണ്ട്. ഇനി സിവിൽ സൊസൈറ്റി ആൻഡ് ഡെമോക്രസിയുടെ ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ചോദിക്കുന്നത് എങ്ങനെയൊക്കെയാണ് ഡെമോക്രാറ്റിക് വാല്യൂസ് പ്രൊമോട്ട് ചെയ്യുന്നത്, സിവിൽ സൊസൈറ്റിയുടെ റോൾ എന്താണ് സൊസൈറ്റിക്കകത്ത്. അപ്പൊ ഇതുപോലുള്ള ചോദ്യങ്ങളാണ് സിവിൽ സൊസൈറ്റി ആൻഡ് ഡെമോക്രസി എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് നിന്ന് ചോദിക്കുന്നത്. ഇനി ഡെപ്ത് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഡെപ്ത് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ കൂടുതലായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഡിസ്കഷൻ ആൻഡ് കമ്പാരിസേഷൻ ആണ് വരുന്നത്. അതായത് ക്രിട്ടിക്കൽ ആയിട്ട് നിങ്ങളോട് ഓരോ ടോപ്പിക്കിനെ പറ്റിയിട്ടും ഡിസ്കസ് ചെയ്യാനും അതിന്റെ തിയറട്ടിക്കൽ പെർസ്പെക്റ്റീവ്സുകൾ മനസ്സിലാക്കാനും, അപ്പൊ നമുക്കൊരു MA സോഷ്യോളജിയിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിന് ഹൈ ലെവൽ ഓഫ് അനാലിറ്റിക്കൽ തിങ്കിങ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ലേണേഴ്സിന്റെ അടുത്ത് നിന്നും. സോ ഫോർ ഇൻസ്റ്റൻസ് ഒരുപാട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് കമ്പാരിസൺ ഓഫ് വെബർ ആൻഡ് ഷുമേക്കർ വ്യൂസ് ഓൺ എന്റർപ്രണർഷിപ്പ്, ഷുമേക്കറിന്റെയും വെബറിന്റെയും എന്റർപ്രണർഷിപ്പിന്റെ വ്യൂ എന്താണ്, ക്രിട്ടിക്കലി അനലൈസ് ഫോക്കാൾട്ട് പവർ നോളേജ് ഓഫ് റിലേഷൻഷിപ്പ്, ഫൊക്കാട്ടിന്റെ പവർ നോളേജ് റിലേഷൻഷിപ്പ് എന്താണെന്ന് ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. ഇവാലുവേഷൻ ഓഫ് മോഡേണിറ്റി ത്രൂ ഗിഡൻസ് റൈറ്റിംഗ്, ഗിഡൻസിന്റെ റൈറ്റിംഗിൽ നിന്ന് മോഡേണിറ്റിയുടെ ഇവാലുവേഷൻ എന്താണ് എന്നുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഓരോ ലേണറിന്റെയും അവരുടെ ക്രിട്ടിക്കൽ എബിലിറ്റിയും അല്ലെങ്കിൽ അവരുടെ അനലിറ്റിക്കൽ തിങ്കിങ്ങും ആണ് കൂടുതലായിട്ടും സെക്ഷൻ 2-നകത്ത് നിന്നൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇനി നോട്ടബിൾ പാറ്റേൺസ് ആൻഡ് ട്രെൻഡ്സ്, കൂടുതൽ എംഫസൈസസ് കൊടുക്കുന്നത് ക്ലാസിക്കൽ ആൻഡ് കണ്ടംപററി തിയറീസ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനകത്ത് നമുക്ക് കൂടുതലായിട്ടും കാണാൻ കഴിയുന്നത് ഒരു ബാലൻസ്ഡ് അപ്രോച്ച് ആണ്. ക്ലാസിക്കൽ തിയറീസും കണ്ടംപററി സോഷ്യൽ ഇഷ്യൂസും തമ്മിലുള്ള ഒരു ബാലൻസ്ഡ് അപ്രോച്ച് നമുക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ തിയറീസ് ആയിട്ടുള്ള മാത്സിന്റെയും വെബറിന്റെയും ദർക്കീമിന്റെയും തിയറീസും കണ്ടംപററി സോഷ്യോളജിക്കൽ ഇഷ്യൂസ് ആയിട്ടുള്ള മോഡേണിറ്റിയും പോസ്റ്റ് മോഡേണിസവും എത്നിസിറ്റിയും ആയിട്ടുള്ള ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള ആ ഒരു ബാലൻസ്ഡ് അപ്രോച്ച് നമുക്ക് എങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ആണ്. നമ്മൾ ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് നോക്കുന്ന സമയത്ത് സോഷ്യോളജിക്കൽ തിയറീസ് മറ്റുള്ള ബ്രോഡർ സോഷ്യൽ സയൻസ് കോൺസെപ്റ്റ്സുമായിട്ട്, അതായത് പവർ ഡൈനാമിക്സ്, സിവിൽ സൊസൈറ്റി, ഡെമോക്രസിയുമായിട്ടുള്ള ഒരു ഇന്റഗ്രേഷൻ, എങ്ങനെയാണ് സോഷ്യൽ തിയറീസും ഇതുപോലുള്ള കോൺസെപ്റ്റ്സും റിലേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള രീതിയിലുള്ള അപ്രോച്ചസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് ആപ്ലിക്കേഷൻ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ റിയൽ വേൾഡ് ഇഷ്യൂസിനകത്ത് സോഷ്യോളജിക്കൽ തിയറീസ് ആപ്ലിക്കബിൾ ആവുന്നു, നമ്മുടെ എഡ്യൂക്കേഷന്റെ പ്രധാനപ്പെട്ട ഗോള് എന്ന് പറയുന്നത് ഇതേപോലുള്ള അനലിറ്റിക്കൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇനി നമ്മൾ ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസ് ആണ് നോക്കുന്നത്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പെർ ബ്ലോക്ക് അക്രോസ് ഡിഫറെന്റ് എക്സാംസിന് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഇതിനകത്ത് എടുത്തിട്ടുള്ള ജൂൺ 2020 ടു ഡിസംബർ 2023 വരെയുള്ള എക്സാം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിനകത്ത് ബ്ലോക്ക് 1, ബ്ലോക്ക് 2, ബ്ലോക്ക് 3, ബ്ലോക്ക് 4, ബ്ലോക്ക് 5, ബ്ലോക്ക് 6, ബ്ലോക്ക് 7, ബ്ലോക്ക് 8 8 ബ്ലോക്കുകളാണ് MSO 001 സോഷ്യോളജിക്കൽ തിയറീസ് ആൻഡ് കോൺസെപ്റ്റ്സിനകത്ത് ഉള്ളത്. സോ ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഓരോ ബ്ലോക്കുകളും പ്രിഫറൻസ് കൊടുത്തിട്ട് ഈച്ച് എക്സാംസിന് ഓരോ ക്വസ്റ്റ്യൻ നമ്പർ 1-നകത്ത് നമുക്ക് കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത് ബ്ലോക്ക് 1-ഉം ബ്ലോക്ക് 2-ൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻ നമ്പർ 1-നകത്ത് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 10 എടുത്തു കഴിഞ്ഞാൽ ബ്ലോക്ക് 2, ബ്ലോക്ക് 4, ബ്ലോക്ക് 5, ബ്ലോക്ക് 8, ബ്ലോക്ക് അതർ ബ്ലോക്സുകളിൽ നിന്നുള്ള കമ്പയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്പർ 10-നകത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 11 എടുത്തു കഴിഞ്ഞാൽ ബ്ലോക്ക് 7-ൽ നിന്നും ബ്ലോക്ക് 1-ൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 11-ൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2 എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ നമ്പർ 2-നകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ബ്ലോക്ക് 1, ബ്ലോക്ക് 2, ദെൻ ബ്ലോക്ക് 4, ദെൻ അതർ ബ്ലോക്സുകളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ നമ്പർ 3, ക്വസ്റ്റ്യൻ നമ്പർ 4, ക്വസ്റ്റ്യൻ നമ്പർ 5, ക്വസ്റ്റ്യൻ നമ്പർ 6, ക്വസ്റ്റ്യൻ നമ്പർ 7, ക്വസ്റ്റ്യൻ നമ്പർ 8, ക്വസ്റ്റ്യൻ നമ്പർ 9. അപ്പൊ ഈ പറയുന്ന ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്ത് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ റിപ്പീറ്റഡ്ലി ഓരോ ബ്ലോക്കിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇനി ഏതൊക്കെ ബ്ലോക്കുകൾ നമ്മൾ പ്രാധാന്യം കൊടുത്ത് പഠിക്കണം എന്നുള്ളത് നോക്കാം. സോ നമ്മളിപ്പോ നോക്കിയിട്ടുള്ള ഡയഗ്രാം എന്ന് പറയുന്നത് എങ്ങനെയാണ് പെർസെൻറ്റേജ് ഓഫ് ക്വസ്റ്റ്യൻസ് പെർ ബ്ലോക്കിൽ ഡിഫറെന്റ് എക്സാംസിന് വരുന്നതെന്നുള്ളതാണ്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പെർ ബ്ലോക്ക്. The block with highest number of questions consistently follow out other category. അതായത് അതർ കാറ്റഗറി ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടും ചോദിച്ചിട്ടുള്ളത്. അതായത് നമുക്ക് ഏതൊക്കെ സിലബസ് ടോപ്പിക്കിൽ നിന്ന് നമുക്ക് കറക്റ്റ്ലി മാപ്പ് ചെയ്യാൻ പറ്റില്ല, ബട്ട് കമ്പയർ ചെയ്തിട്ടുള്ള പല പല ബ്ലോക്കുകളിൽ നിന്ന് കോൺസെപ്റ്റ്സുകൾ എടുത്ത് കമ്പയർ ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. അത്
ലേണേഴ്സിന്റെ അനലിറ്റിക്കൽ എബിലിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അവരുടെ ആ തിങ്കിങ് കപ്പാസിറ്റി എങ്ങനെയാണ്, അവർ എങ്ങനെയാണ് സോഷ്യോളജിക്കൽ കോൺസെപ്റ്റ്സുകൾ അനലൈസ് ചെയ്തിട്ട് അവർ എഴുതുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലുള്ള നമുക്ക് ഒരു സ്പെസിഫിക് ബ്ലോക്ക് ആണെന്ന് പറയാൻ പറ്റില്ല, ബട്ട് പല പല ബ്ലോക്കുകളിൽ നിന്ന് ടോപ്പിക്സുകൾ എടുത്തിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് കൂടുതലായിട്ടും വരുന്നത്. ഇനി ബ്ലോക്ക് 1 എടുത്തു കഴിഞ്ഞാൽ ബ്ലോക്ക് 1-നകത്ത് ഫൗണ്ടേഷണൽ തിയറീസ് കോൺസെപ്റ്റ്സുകളായിട്ടുള്ള മാക്സിയൻ തിയറി, ഫൊക്കാൾട്ടിന്റെ തിയറി, വെബേറിയൻ തിയറീസ് ആണ് കൂടുതലായിട്ടും വരുന്നത്. ബ്ലോക്ക് 4 എടുത്തു കഴിഞ്ഞാൽ മോഡേണിറ്റി, പോസ്റ്റ് മോഡേണിസം, കണ്ടംപററി ഇഷ്യൂസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സുകളാണ് ബ്ലോക്ക് 4-നകത്ത് വരുന്നത്. ഇനി പെർസെൻറ്റേജ് ഓഫ് ക്വസ്റ്റ്യൻസ് പെർ ബ്ലോക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, അതായത് ബ്ലോക്ക് 1-ൽ നിന്നും ബ്ലോക്ക് 4-ൽ നിന്നും കൺസിസ്റ്റന്റ്ലി ഒരുപാട് ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ എക്സാംസിന് നമുക്ക് ചോദിച്ചതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ബ്ലോക്ക് 2 എടുത്തു കഴിഞ്ഞാൽ ബ്ലോക്ക് 2-നകത്ത് വരുന്നതാണ് വെബറിന്റെയും ഷുമേക്കറിന്റെയും കോൺസെപ്റ്റ്സുകൾ, പാഴ്സന്റെ സോഷ്യൽ ആക്ഷൻ തിയറീസ്. ബ്ലോക്ക് 3 എടുത്തു കഴിഞ്ഞാൽ ബ്ലോക്ക് 3-കകത്ത് വരുന്നതാണ് പവർ ഇൻ ലോക്കൽ കമ്മ്യൂണിറ്റീസ്, ആന്റണി ഗിഡൻസിന്റെ പവർ കോൺസെപ്റ്റ്. ബ്ലോക്ക് 8 എടുത്തു കഴിഞ്ഞാൽ സിവിൽ സൊസൈറ്റി, ഡെമോക്രസി, മെറിറ്റോക്രസി, ഇതുപോലുള്ള കോൺസെപ്റ്റ്സുകളും അതിന്റെ റോള് എന്താണ് എന്നുള്ളത് ക്വസ്റ്റ്യൻസ് ആണ് ബ്ലോക്ക് 8-ൽ നിന്ന് കൂടുതലായിട്ടും ചോദിക്കുന്നത്. ഇനി കൺസിസ്റ്റന്റ്ലി ഹൈ ഫ്രീക്വൻസി ആയിട്ടുള്ള വരുന്ന ബ്ലോക്സ് എന്ന് പറയുന്നത്, അതായത് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ട ബ്ലോക്കുകൾ ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്ലോക്ക് 1-ഉം ബ്ലോക്ക് 4-ഉം ആണ്. ബ്ലോക്ക് 1-നകത്ത് നിന്ന് വരുന്നത് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ തിയറീസും അതിന്റെ ഫൗണ്ടേഷണൽ കോൺസെപ്റ്റ്സും ആണ് ബ്ലോക്ക് 1-നകത്ത് നിന്ന് വരുന്നത്. ഇനി ബ്ലോക്ക് 4-നകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ മോഡേണിറ്റി, പോസ്റ്റ് മോഡേണിറ്റി, കണ്ടംപററി സോഷ്യോളജിക്കൽ ഇഷ്യൂസ് ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വെൽ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഇനി കൺസിസ്റ്റന്റ്ലി ലോ ഫ്രീക്വൻസി ബ്ലോക്സ്, അതായത് കുറവ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് ഏതൊക്കെ ബ്ലോക്കുകളിലാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ബ്ലോക്ക് 5 വന്നിട്ട് സോഷ്യൽ സ്ട്രക്ചർ ആസ് എ മോഡൽ, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതായത് ഇവാൻസ് പ്രിട്ടിയാർക്കിന്റെയും മിൽസിന്റെയും റിസ്മാന്റെയും കോൺസെപ്റ്റ്സുകളൊക്കെ ഈ ബ്ലോക്കിൽ നിന്ന് വരുന്നതാണ്. ഇനി യൂണിറ്റ് വൈസ് വെയിറ്റേജ് അനാലിസിസ് ആണ് നമ്മൾ നോക്കുന്നത്. ഏതൊക്കെ യൂണിറ്റ് പ്രാധാന്യം കൊടുത്ത് പഠിക്കണം എന്നുള്ളത്. അപ്പൊ അത് റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഒരു യൂണിറ്റ് വൈസ് ഡിസ്ട്രിബ്യൂഷന്റെ ഒരു ചാർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിന്റെ അനാലിസിസ് പാർട്ടിലേക്ക് പോവാം. സോ അപ്പൊ നമ്മൾ ബേസ്ഡ് ഓൺ ആ നേരത്തെ കണ്ടിട്ടുള്ള ചാർട്ട് ബേസ് ചെയ്തിട്ട് നമ്മൾ അനാലിസിസ് ആണ് നോക്കുന്നത്, ഏതൊക്കെ ബ്ലോക്കുകൾ പ്രാധാന്യം കൊടുത്ത് പഠിക്കണം എന്നുള്ളത്. കീ ഒബ്സർവേഷൻ, ബ്ലോക്ക് 1 എന്ന് പറയുന്നത് അപ്രോച്ചിങ് സോഷ്യോളജിക്കൽ തിയറി. ഈ അപ്രോച്ചിങ് സോഷ്യോളജിക്കൽ തിയറിക്കകത്ത് യൂണിറ്റ് 1 എന്ന് പറയുന്നത് ടോപ്പിക്സ് ലൈക്ക് മാർക്സിയൻ തിയറി, ഫൊക്കാൾട്ടിന്റെ തിയറി, നെഗറ്റീവ് ലിബർട്ടി, AR റാഡ്ക്ലിഫ് ബ്രൗണിന്റെ തിയറീസ്, ഇതൊക്കെ റിപ്പീറ്റഡ്ലി ആൻഡ് റെഗുലർലി ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അടുത്തത് യൂണിറ്റ് 2 വന്നിട്ട് ക്വസ്റ്റ്യൻസ് ഓൺ പാരഡിസം ഷിഫ്റ്റ്, പാർട്സന്റെ ആക്ഷൻ തിയറി, ഫങ്ഷണലിസം, കരിസ്മാറ്റിക് അതോറിറ്റി, ഇതുപോലുള്ള വെബേറിയൻ കോൺസെപ്റ്റ്സുകളും കൂടുതലായിട്ടും ഫ്രീക്വന്റ് ആയിട്ടും ചോദിച്ചു വരുന്നുണ്ട്. യൂണിറ്റ് 3 എടുത്തു കഴിഞ്ഞാൽ ലെവി സ്ട്രാറ്റസിന്റെ കോൺസെപ്റ്റ് ആയിട്ടുള്ള സോഷ്യൽ സ്ട്രക്ചർ, മാക്സിന്റെ കോൺസെപ്റ്റ് ആയിട്ടുള്ള ഡിസ്എൻചാൻമെന്റ്, ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു യൂണിറ്റിൽ നിന്ന് ചോദിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇനി ബ്ലോക്ക് 2 എടുത്തു കഴിഞ്ഞാൽ സോഷ്യൽ സ്ട്രക്ചർ ആസ് എ സോഷ്യോളജിക്കൽ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്ലോക്കാണ്. ഈ ഒരു ബ്ലോക്കിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ യൂണിറ്റ് 5 വെബർ വേഴ്സസ് ഷുമേക്കർ കോൺസെപ്റ്റ്സ്, പാർസൺസ് ആക്ഷൻ തിയറി, നിയോ ഫങ്ഷണലിസം, ഒബ്ജക്ടിഫിക്കേഷൻ ഓഫ് ലേബർ, ഇതുപോലുള്ള ചോദ്യങ്ങൾ നമുക്ക് യൂണിറ്റ് 5-ൽ നിന്ന് ചോദിക്കുന്നുണ്ട്. യൂണിറ്റ് 6 എടുത്തു കഴിഞ്ഞാൽ ബ്യൂറോക്രസി റിലേറ്റഡ് ടോപ്പിക്സുകൾ കൺസിസ്റ്റന്റ്ലി എക്സാമിന് ചോദിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇനി ബ്ലോക്ക് 3 എടുത്തു കഴിഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിംഗ് പവർ, യൂണിറ്റ് 8 ക്വസ്റ്റ്യൻസ് ഓൺ പവർ ഇൻ ലോക്കൽ കമ്മ്യൂണിറ്റീസ്, പവർ ഓഫ് ആന്റണി ഗിഡൻസ്, ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് പ്രിവലന്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. യൂണിറ്റ് 10 എടുത്തു കഴിഞ്ഞാൽ പവർ സോഴ്സസ് എങ്ങനെയാണ് എന്നുള്ള ഒരു കവറേജ് ആണ് നമുക്ക് ഈ ഒരു യൂണിറ്റ് 10-നകത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ബ്ലോക്ക് 4 എടുത്തു കഴിഞ്ഞാൽ തിയറി ഓഫ് ക്യാപിറ്റലിസം ആണ്. ഇതിനകത്ത് വരുന്ന യൂണിറ്റ് 13-ഉം യൂണിറ്റ് 14-ഉം ആണ്. യൂണിറ്റ് 13-നകത്ത് വന്നിട്ട് മോഡേണൈസേഷൻ, മോഡേണിറ്റി റിലേറ്റഡ് കോൺസെപ്റ്റ്സുകൾ ചോദിക്കുന്നുണ്ട്. യൂണിറ്റ് 14 എടുത്തു കഴിഞ്ഞാൽ പോസ്റ്റ് മോഡേണിസം ടോപ്പിക്സ് ആയിട്ടുള്ള ജെയിംസന്റെ ലേറ്റ് ക്യാപിറ്റലിസം, ബുള്ളിയാർഡിന്റെ പോസ്റ്റ് മോഡേണിസം, ഇതുപോലുള്ള കോൺസെപ്റ്റ്സുകൾ യൂണിറ്റ് 14-നകത്ത് ചോദിക്കുന്നുണ്ട്. യൂണിറ്റ് 16 എടുത്തു കഴിഞ്ഞാൽ മെറിറ്റോക്രസി ആൻഡ് റിലേറ്റഡ് കോൺസെപ്റ്റ്സ് ആണ് യൂണിറ്റ് 16-നകത്ത് ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ടത്. ഇനി ബ്ലോക്ക് 5 സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന യൂണിറ്റ് ആണ് യൂണിറ്റ് 19. യൂണിറ്റ് 19-നകത്ത് സോഷ്യൽ സ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ വരുന്ന കോൺസെപ്റ്റ്സുകൾ ചോദിക്കുന്നുണ്ട്. ഇവാൻസ് പട്രിയാർക്കിന്റെ ക്വസ്റ്റ്യൻസ്, മില്ലിന്റെയും റിൻസ്മാന്റെയും ക്വസ്റ്റ്യൻസ്, വെബറിന്റെ കോൺസെപ്റ്റ്സുകൾ ചോദിക്കുന്നുണ്ട്. അടുത്തത് ബ്ലോക്ക് 6 എടുത്തു കഴിഞ്ഞാൽ കണ്ടംപററി ഇഷ്യൂസ് ഓഫ് എത്നിസിറ്റി ആൻഡ് ഐഡന്റിറ്റി, യൂണിറ്റ് 22 യൂണിറ്റ് 23 ആണ് അതിനകത്ത് വരുന്നത്. ടോപ്പിക്സ് ഓൺ എത്നിസിറ്റി, ബാർത്തിന്റെ എത്നിസിറ്റി മോഡൽ ചോദിക്കുന്നുണ്ട്, ഇൻസ്ട്രുമെന്റൽ അപ്രോച്ച് ചോദിക്കുന്നുണ്ട്, കൺസ്ട്രക്റ്റഡ് എത്നിസിറ്റി എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലുള്ള ടോപ്പിക്സുകളാണ് ഈ പറയുന്ന യൂണിറ്റ് 22 യൂണിറ്റ് 23-ക്കകത്ത് ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ടത്.
ഇനി ബ്ലോക്ക് 7 എടുത്തു കഴിഞ്ഞാൽ തിയറീസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആണ്. ഇതിനകത്ത് യൂണിറ്റ് 25 അതായത് ഡിസ്ഫങ്ഷൻസ് ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ ആൻഡ് ജെൻഡർ സ്ട്രാറ്റിഫിക്കേഷൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. യൂണിറ്റ് 26 ക്ലാസ്ലെസ് സൊസൈറ്റീസും സ്ട്രാറ്റിഫിക്കേഷൻ തിയറീസും റെഗുലർലി ചോദിക്കുന്നുണ്ട്. യൂണിറ്റ് 28 നാച്ചുറൽ ആൻഡ് സോഷ്യൽ ഇൻഇക്വാളിറ്റി ലെസ് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്നുള്ളൂ കേട്ടോ. അടുത്ത ബ്ലോക്ക് 8 വന്നിട്ട് ഇഷ്യൂസ് ഓഫ് മോഡേണിറ്റി ആണ്. ഇതിനകത്ത് യൂണിറ്റ് 21 എന്ന് പറയുന്നത് സിവിൽ സൊസൈറ്റി ക്വസ്റ്റ്യൻസ്, ഡെമോക്രസിയുടെ ക്വസ്റ്റ്യൻസ്, മൾട്ടി കൾച്ചറൽ പെർസ്പെക്റ്റീവ്സ്, ഐഡന്റിറ്റി ഇതുപോലുള്ള ടോപ്പിക്സുകളാണ് യൂണിറ്റ് 21 ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ടത്. ടോപ്പിക് വൈസ് വെയിറ്റേജ് അനാലിസിസ് പാർട്ടിലേക്ക് മൂവ് ചെയ്യാം. സോ നമ്മൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ബ്ലോക്കിനകത്ത് നിന്ന് ഫോക്കസ് കൊടുത്തിട്ട് പഠിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ ടോപ്പിക് ബേസ്ഡ് വെയിറ്റേജ് അനാലിസിസിനകത്ത് നോക്കുന്നത്. അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ നമ്മുടെ ഈ ഒരു കൊടുത്തിട്ടുള്ള ചാർട്ട് ബേസ് ചെയ്തിട്ടുള്ള അനാലിസിസ് പാർട്ടിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. സോ ബ്ലോക്ക് 1 അപ്രോച്ചിങ് സോഷ്യോളജിക്കൽ തിയറി എന്ന് പറഞ്ഞ ബ്ലോക്ക് 1-നകത്ത് നിന്ന് യൂണിറ്റ് 1 വരുന്ന ടോപ്പിക്സ് മാക്സിയൻ തിയറി, ഫൊക്കാൾട്ടിന്റെ തിയറി, നെഗറ്റീവ് ലിബർട്ടി, ആർട്ട്ലി ബ്രൗണിന്റെ കോൺസെപ്റ്റ്സുകൾ. യൂണിറ്റ് 2-നകത്ത് പാരഡിസം ഷിഫ്റ്റ്, പാഴ്സന്റെ ആക്ഷൻ തിയറി, ഫങ്ഷണലിസം, കെറിസ്മാറ്റിക് അതോറിറ്റി പോലുള്ള ക്വസ്റ്റ്യൻസ്. യൂണിറ്റ് 3-നകത്ത് ലെവി സ്ട്രാറ്റസിന്റെ സോഷ്യൽ സ്ട്രക്ചർ, വെബറിന്റെ ഡിസെൻചാൻമെന്റ് ഇതുപോലുള്ള ടോപ്പിക്സുകൾ. ഇനി ബ്ലോക്ക് 2 എടുത്തു കഴിഞ്ഞാൽ സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് സോഷ്യോളജിക്കൽ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ ബ്ലോക്ക് 2-നകത്ത് വരുന്ന യൂണിറ്റ് 5-നകത്ത് നിന്ന് വെബറിന്റെയും ഷുമേക്കറിന്റെയും കോൺസെപ്റ്റ്സ്, പാർട്ടിസന്റെ ആക്ഷൻ തിയറി, നിയോ ഫങ്ഷണലിസം, ഒബ്ജക്ടിഫിക്കേഷൻ ഓഫ് ലേബർ ഇതുപോലുള്ള കോൺസെപ്റ്റ്സുകളാണ് യൂണിറ്റ് 5-നകത്ത് വരുന്നത്. യൂണിറ്റ് 6-നകത്ത് ബ്യൂറോക്രസി, റാഷണാലിറ്റി, ലീഗൽ ടൈപ്പ് ഓഫ് ബ്യൂറോക്രസി ഇതുപോലുള്ള ടോപ്പിക്സുകൾ വരുന്നുണ്ട്. ബ്ലോക്ക് 3 അണ്ടർസ്റ്റാൻഡിംഗ് പവർ. ഇതിനകത്തുനിന്ന് യൂണിറ്റ് 8 പവർ ഇൻ ലോക്കൽ കമ്മ്യൂണിറ്റീസ്, പവർ റിലേറ്റഡ് കോൺസെപ്റ്റ് ആന്റണി ഗിഡൻസിന്റെ. യൂണിറ്റ് 10-നകത്ത് വരുന്നത് സോഴ്സസ് ഓഫ് പവർ ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റ്സുകൾ. ബ്ലോക്ക് 4-നകത്ത് തിയറി ഓഫ് ക്യാപിറ്റലിസം. യൂണിറ്റ് 13 മോഡേണൈസേഷൻ ഇൻ ഇന്ത്യ, മോഡേണിറ്റിന്റെ കോൺസെപ്റ്റ്, ബെക്കിന്റെ കോൺസെപ്റ്റ്, മോഡേണിറ്റിയുടെ കോൺസെപ്റ്റ്, ഗിഡൻസിന്റെ കോൺസെപ്റ്റ്സുകൾ ഫ്രീക്വന്റ്ലി ചോദിക്കുന്നുണ്ട്. യൂണിറ്റ് 14 വന്നിട്ട് പോസ്റ്റ് മോഡേണിസം ടോപ്പിക്സുകളായിട്ടുള്ള ജെയിംസ് ആൻഡ് ലേറ്റ് ക്യാപിറ്റലിസം, ബ്യൂളിയാർഡിന്റെ പോസ്റ്റ് മോഡേണിസം കോൺസെപ്റ്റ്സ്. യൂണിറ്റ് 16-നകത്ത് മെറിറ്റോക്രസി, ക്ലാസ്ലെസ്നെസ്, ഗ്ലോബൽ സിറ്റിസൺഷിപ്പ് കോൺസെപ്റ്റ്സുകൾ. ബ്ലോക്ക് 5 വന്നിട്ട് സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്ന ബ്ലോക്കാണ്. അതിനകത്ത് വരുന്ന യൂണിറ്റ് 19-നകത്ത് വരുന്നതാണ് ഇവാൻസ് പട്രിയാക്കിന്റെ കോൺസെപ്റ്റ്, മിൽസ് വൈസസ് റസ്മാനിന്റെ കോൺസെപ്റ്റ്സുകൾ, വെബറിന്റെ കോൺസെപ്റ്റ്സുകൾ. അടുത്ത് കഴിഞ്ഞിട്ട് ബ്ലോക്ക് 6-നകത്ത് കണ്ടംപററി ഇഷ്യൂസ് ഓഫ് എത്തനിസിറ്റി ആൻഡ് ഐഡന്റിറ്റി റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ബ്ലോക്കാണ്. അതിനകത്ത് വരുന്ന യൂണിറ്റ് 22 23-നകത്ത് നോക്കേണ്ടത് ടോപ്പിക്സ് ഓൺ എത്തനിസിറ്റി ഇൻക്ലൂഡിംഗ് ബാത്ത് എത്തനിസിറ്റി, മോഡൽ കൺസ്ട്രക്റ്റഡ് എത്തനിസിറ്റി, ഇൻസ്ട്രുമെന്റലിസ്റ്റ് അപ്രോച്ച്. ബ്ലോക്ക് 7 വന്നിട്ട് തിയറീസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആണ്. യൂണിറ്റ് 25 ഡിസ്ഫങ്ഷൻസ് ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ, ജെൻഡർ സ്ട്രാറ്റിഫിക്കേഷൻ റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്. യൂണിറ്റ് 26 ക്ലാസ്ലെസ്നെസ് സൊസൈറ്റി, സ്ട്രാറ്റിഫിക്കേഷൻ തിയറീസ് ഫ്രീക്വന്റ്ലി ചോദിക്കുന്നുണ്ട്. യൂണിറ്റ് 28 വന്നിട്ട് നാച്ചുറൽ ആൻഡ് സോഷ്യൽ ഇൻഇക്വാളിറ്റി ലെസ് ഫ്രീക്വന്റ്ലി ആണ് ഈ ക്വസ്റ്റ്യൻസ് വരുന്നത്. ബ്ലോക്ക് 8 വന്നിട്ട് ഇഷ്യൂസ് ഓഫ് മോഡേണിറ്റി. യൂണിറ്റ് 21 സിവിൽ സൊസൈറ്റി, ഡെമോക്രസി, മൾട്ടി കൾച്ചറൽ പെർസ്പെക്റ്റീവ്സ് ആൻഡ് ഐഡന്റിറ്റി ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് യൂണിറ്റ് 21-നകത്ത് ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ടത്. ഇനി മാർക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസ് ആണ് നമ്മൾ നോക്കുന്നത്. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഫോക്കസ് കൊടുത്ത് പഠിക്കണം, 20 മാർക്സിന് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളതും ആ ക്വസ്റ്റ്യൻസ് നമ്മൾ എങ്ങനെ അഡ്രസ് ചെയ്യണം എന്നുള്ളതുമാണ് മാർക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസ് എസ്റ്റിമേഷനിൽ നമ്മൾ നോക്കുന്നത്. നമ്മൾ ഇതിനകത്ത് നോക്കുമ്പോൾ ബ്ലോക്ക് 1-നകത്ത് നിന്ന് ഫൊക്കാൾട്ടിന്റെ മാക്സിയൻ തിയറി, നെഗറ്റീവ് ലിബർട്ടി, റാഡ്ക്ലിഫ് ബ്രൗൺ തിയറീസ്, റാഡ്ക്ലിഫ് ബ്രൗണിന്റെ കോൺസെപ്റ്റ്സുകൾ, കെറിസ്മാറ്റിക് അതോറിറ്റി, ഫങ്ഷണലിസം, പാരഡിസം ഷിഫ്റ്റ്, പാഴ്സൺസ് ആക്ഷൻ തിയറി, ലെവി സ്ട്രാറ്റസിന്റെ സോഷ്യൽ സ്ട്രക്ചർ, സോഴ്സസ് ഓഫ് പവർ, വെബേഴ്സ് ഡിസെൻചാൻമെന്റ് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒരു 20 മാർക്സിന് ചോദിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇനി ബ്ലോക്ക് 2-നകത്ത് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നിയോ ഫങ്ഷണലിസം, പാഴ്സൺസ് ആക്ഷൻ തിയറീസ്, വെബേഴ്സ് വേഴ്സസ് ഷുമേക്കറിന്റെ കോൺസെപ്റ്റ്സുകൾ 40 മാർക്സിന് ചോദിച്ചതായിട്ട് കാണുന്നുണ്ട്. ഒബ്ജക്ടിഫിക്കേഷൻ ഓഫ് ലേബറും ബ്യൂറോക്രസി, റാഷണാലിറ്റി കോൺസെപ്റ്റ്സുകൾ, ലീഗൽ ടൈപ്പ് ഓഫ് ബ്യൂറോക്രസി ഇതുപോലുള്ള കോൺസെപ്റ്റ്സുകൾ 20 മാർക്സിന് ചോദിച്ചതായിട്ടും കാണുന്നുണ്ട്. മാർക്സ് ഡിസ്ട്രിബ്യൂഷൻ ബ്ലോക്ക് 3 എടുത്ത് നോക്കുകയാണെങ്കിൽ ആന്റണി ഗിഡൻസിന്റെ പവർ കോൺസെപ്റ്റ്സുകൾ, പവർ ഇൻ ലോക്കൽ കമ്മ്യൂണിറ്റി കോൺസെപ്റ്റ്സുകളും ചോദിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇനി ബ്ലോക്ക് 5 എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവാൻസ് പട്രിയാക്കിന്റെ സോഷ്യൽ സ്ട്രക്ചർ, മിൽസ് ആൻഡ് റസ്മാൻസിന്റെ കോൺസെപ്റ്റുകൾ. ബ്ലോക്ക് 4-നകത്ത് മോഡേണിറ്റി, ബെക്കിന്റെ കോൺസെപ്റ്റ്, മോഡേണിറ്റി, ഗിഡൻസിന്റെ കോൺസെപ്റ്റ്, മോഡേണൈസേഷൻ ഇന്ത്യൻ കോൺസെപ്റ്റ്, യോഗേന്ദ്ര സിംഗിന്റെ ആ കോൺസെപ്റ്റ്സുകൾ, ബുള്ളിയാർഡിന്റെ പോസ്റ്റ് മോഡേണിസം, ജെയിംസിന്റെ ലേറ്റ് ക്യാപിറ്റലിസം, ക്ലാസ്ലെസ്സം, മെറിറ്റോക്രസി ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിച്ചതായിട്ട് കാണുന്നുണ്ട്.
ഇനി ബ്ലോക്ക് 6 എടുത്തു കഴിഞ്ഞാൽ ബാർത്തിന്റെ എത്തനിസിറ്റി, കൺസ്ട്രക്റ്റഡ് എത്തനിസിറ്റിയുടെ കോൺസെപ്റ്റ്സുകൾ, റൈസും എത്തനിസിറ്റിയും റിലേറ്റ് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റ്സുകൾ, ബാർത്തിന്റെ എത്തനിക് ബൗണ്ടറി കോൺസെപ്റ്റുകൾ, എത്തനിസിറ്റി, ഇൻസ്ട്രുമെന്റലിസ്റ്റ് അപ്രോച്ച്, സ്ട്രക്ചറലിസ്റ്റ് എത്തനിസിറ്റി, ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് 20 മാർക്സിന് ചോദിച്ചതായിട്ട് കാണുന്നുണ്ട്. ഇനി ബ്ലോക്ക് 8 എടുത്തു കഴിഞ്ഞാൽ സിറ്റിസൺ, മൾട്ടി കൾച്ചറൽ, സിവിൽ സൊസൈറ്റി, ഗ്രാംസിയുടെ കോൺസെപ്റ്റ്സുകൾ, സിവിൽ സൊസൈറ്റി, ഡെമോക്രസിയും റിലേറ്റ് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റ്സുകൾ, ഐഡന്റിറ്റി കോൺസെപ്റ്റുകൾ, റെഫറൻസ് ഗ്രൂപ്പ് തിയറി, ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിച്ചതായിട്ട് കാണുന്നുണ്ട്. ഇനി ബ്ലോക്ക് 7 എടുത്തു കഴിഞ്ഞാൽ ഡിസ്ഫങ്ഷൻസ് ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ, ജെൻഡർ സ്ട്രാറ്റിഫിക്കേഷൻ, ക്ലാസ്ലെസ്നെസ് സൊസൈറ്റി, ഡേവിസ് ആൻഡ് മോറിന്റെ സ്ട്രാറ്റിഫിക്കേഷൻ, നാച്ചുറൽ ആൻഡ് സോഷ്യൽ ഇൻഇക്വാളിറ്റി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസും 20 മാർക്സിന് ചോദിച്ചതായിട്ട് കാണുന്നുണ്ട്. ഇനി മാർക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസിന്റെ ഓവർവ്യൂ നമുക്ക് നോക്കാം. ഓരോ ബ്ലോക്കിൽ നിന്നും ഏതൊക്കെ യൂണിറ്റുകൾക്ക് നമ്മൾ ഫോക്കസ് കൊടുത്ത് പഠിക്കണം, ഏതൊക്കെ ടോപ്പിക്സുകൾക്ക് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം എന്നുള്ളതാണ് ഈ മാർക്ക് വൈസ് വെയിറ്റേജ് ഡിസ്ട്രിബ്യൂഷൻ കൊണ്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. സോ നിങ്ങളുടെ സ്റ്റഡി ഏരിയസ് പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കാനായിട്ട് ഈ ഒരു സെക്ഷൻ വഴി നിങ്ങൾക്ക് സാധിക്കും. നമുക്ക് അതിലോട്ട് മൂവ് ചെയ്യാം. ബ്ലോക്ക് 1 അപ്രോച്ചിങ് സോഷ്യോളജിക്കൽ തിയറി. ഈ അപ്രോച്ചിങ് സോഷ്യോളജിക്കൽ തിയറി ആയിട്ടുള്ള ബ്ലോക്ക് 1-നകത്ത് ഫോക്കസ് കൊടുത്തിട്ട് പഠിക്കേണ്ട ടോപ്പിക്സ് എന്ന് പറയുന്നത് മാർക്സിയൻ തിയറി, ഫൊക്കാൾട്ടിന്റെ തിയറി, നെഗറ്റീവ് ലിബർട്ടി, റാഡ്ക്ലിഫ് ബ്രൗണിന്റെ കോൺസെപ്റ്റ്സുകൾ ഒക്കെയാണ് ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ടത്. സോ ഈ ടോപ്പിക്കുകൾ കൺസിസ്റ്റന്റ്ലി വരുന്നത് എന്ന് പറയുന്നത് 20 മാർക്സ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വരുന്നത്. ഇത് യൂണിറ്റ് 1-ൽ നിന്നും യൂണിറ്റ് 2-ൽ നിന്നും യൂണിറ്റ് 3-ൽ നിന്നും ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അടുത്തത് ബ്ലോക്ക് 2. ബ്ലോക്ക് 2 എടുക്കുമ്പോൾ സോഷ്യൽ സ്ട്രക്ചർ ആസ് എ സോഷ്യോളജിക്കൽ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലോക്ക് 2-നകത്ത് നിന്ന് ടോപ്പിക്സുകൾ, വെപ്പറിന്റെയും ഷുമേക്കറിന്റെയും കോൺസെപ്റ്റ്സുകൾ, പാഴ്സന്റെ ആക്ഷൻ തിയറി, നിയോ ഫങ്ഷണലിസം, ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. വെപ്പറിന്റെയും ഷുമേക്കറിന്റെയും കോൺസെപ്റ്റ്സുകൾ, പാർക്സിന്റെ ആക്ഷൻ തിയറി, ഇതുപോലുള്ള ചോദ്യങ്ങൾ ഈ ഒരു ബ്ലോക്കിൽ നിന്ന് വരുമ്പോൾ അറൌണ്ട് 40 മാർക്സിനുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ഈ ഒരു ബ്ലോക്കിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, ഓരോ ക്വസ്റ്റ്യനും 20 മാർക്സ് ആണ് ക്യാരി ചെയ്യുന്നത്. സോ നമുക്ക് വെബറിന്റെ ഷുമേക്കറിന്റെയും ക്വസ്റ്റ്യൻസും പാർക്സിന്റെ ആക്ഷൻ തിയറിയും തന്നെ ക്വസ്റ്റ്യൻ കിട്ടിയാൽ തന്നെ 40 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഓൾറെഡി ആയി. ഇനി ബ്ലോക്ക് 3 വന്നിട്ട് പവറിന്റെ കോൺസെപ്റ്റ്സ് ആണ്. അണ്ടർസ്റ്റാൻഡിങ് പവർ എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റ് ആണ്. ഇതിനകത്ത് നിന്ന് പവർ ഇൻ ലോക്കൽ കമ്മ്യൂണിറ്റീസ് ഹെവിലി എംഫസൈസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം വിത്ത് 80 മാർക്സോളം നമുക്ക് കിട്ടണമെങ്കിൽ ഈ പറയുന്ന പവറിന്റെ കോൺസെപ്റ്റ്സുകളും കാര്യങ്ങളും നമ്മൾ പഠിച്ചേ പറ്റത്തുള്ളൂ. പിന്നെ പവർ, ആന്റണി ഗിഡൻസിന്റെ കോൺസെപ്റ്റ്സുകൾ. ഇനി ബ്ലോക്ക് 4 എടുത്തു കഴിഞ്ഞാൽ തിയറി ഓഫ് ക്യാപിറ്റലിസം. ഇതിനകത്തുനിന്ന് മോഡേണൈസേഷൻ ഇൻ ഇന്ത്യ ആൻഡ് മോഡേണിറ്റി എന്ന് പറയുന്ന ടോപ്പിക്സുകൾ, ഗിഡൻസിന്റെ ടോപ്പിക്സുകൾ, അറൌണ്ട് ഒരു 40 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് ഈ പറയുന്ന മോഡേണൈസേഷൻ ഇൻ ഇന്ത്യ ആൻഡ് മോഡേണിറ്റി കോൺസെപ്റ്റ്സിനകത്ത് നമുക്ക് കിട്ടും. ഇനി റിലേറ്റ് ചെയ്ത് വരുന്ന പോസ്റ്റ് മോഡേണിസം കോൺസെപ്റ്റ്സ് ആയിട്ടുള്ള ബുള്ളിയാർഡിന്റെ പോസ്റ്റ് മോഡേണിസം, ജെയിംസിന്റെ ലേറ്റ് ക്യാപിറ്റലിസം, ജെയിംസിന്റെ ലേറ്റ് ക്യാപിറ്റലിസം കോൺസെപ്റ്റ്സുകളൊക്കെ കൺസിസ്റ്റന്റ്ലി എക്സാമിന് ചോദിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇനി ബ്ലോക്ക് 5 എടുത്തു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്ന ബ്ലോക്കാണ്. ഇതിനകത്ത് നിന്ന് വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇവാൻസ് പട്രിയാർക്കിന്റെ കോൺസെപ്റ്റ്, സോഷ്യൽ സ്ട്രക്ചർ, മിൽസിന്റെയും റിസ്മാന്റെയും കോൺസെപ്റ്റ്സുകൾ. ഇതൊരു ചോദ്യം ഏതുകൊണ്ട് 40 മാർക്സിനോളം ഈ ഒരു ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇനി ബ്ലോക്ക് 6 എടുത്തു കഴിഞ്ഞാൽ കണ്ടംപററി ഇഷ്യൂസ് ഓഫ് എത്തനിസിറ്റി ആൻഡ് ഐഡന്റിറ്റി എന്ന് പറയുന്ന ബ്ലോക്കാണ്. ഈ ബ്ലോക്കിനകത്ത് നിന്ന് റേസ്, ബാർത്തിന്റെ എത്തനിസിറ്റി കോൺസെപ്റ്റ്സുകൾ റിലേറ്റ് ചെയ്ത് വരുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സോ ഈ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരു ലോവർ എംഫസൈസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ബ്ലോക്കാണ്. ബ്ലോക്ക് 7 വന്നിട്ട് തിയറീസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. ഇതിനകത്ത് നിന്ന് ഡിസ്ഫങ്ഷൻ ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ, ജെൻഡർ സ്ട്രാറ്റിഫിക്കേഷൻ, ഇതുപോലുള്ള ചോദ്യങ്ങൾ 20 മാർക്കിന് ചോദിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇനി ക്ലാസ്ലെസ് സൊസൈറ്റിയും ഡേവിസ് മോറിന്റെ സ്ട്രാറ്റിഫിക്കേഷൻസും ലെസ് എംഫസൈസസ് കൊടുത്ത് പഠിക്കേണ്ടതാണ്. അടുത്തത് ബ്ലോക്ക് 8. ബ്ലോക്ക് 8 വന്നിട്ട് ഇഷ്യൂസ് ഓഫ് മോഡേണിറ്റി ആണ്. ഇതിനകത്ത് നിന്ന് സിവിൽ സൊസൈറ്റി, ഡെമോക്രസി റിലേറ്റഡ് ടോപ്പിക്സുകൾ, സിറ്റിസൺഷിപ്പ്, മൾട്ടി കൾച്ചറൽ ഐഡന്റിറ്റി റിലേഷൻ ടോപ്പിക്സുകളൊക്കെ ലോവർ മാർക്കിനാണ് ചോദിക്കുന്നത്. ബട്ട് സിവിൽ സൊസൈറ്റി, ഡെമോക്രസി ടോപ്പിക്സുകൾ നമുക്ക് കൂടുതൽ ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ട ചോദ്യങ്ങളാണ്. ഇനി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് പാർട്ടിലേക്ക് മൂവ് ചെയ്യാം. ബേസ്ഡ് ഓൺ ദ ഹിസ്റ്റോറിക്കൽ എക്സാം ഡേറ്റ ഓഫ് സെവറൽ എക്സാംസ് ആൻഡ് ടോപ്പിക്സ് record across different exams, here is a detailed analysis of these topics, their frequency and their occurrence pattern. അതായത് ഇതുവരെ ചോദിച്ചിട്ടുള്ള എക്സാം പാറ്റേൺസിനകത്ത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി നോക്കുന്നത്. റെക്കറിംഗ് ക്വസ്റ്റ്യൻസ്, ടോപ്പിക്സ് ആൻഡ് ദിയർ ഫ്രീക്വൻസീസ്. അതായത് ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ടുള്ള ചാൻസസ് എത്രയാണ് എന്നുള്ളതും കൂടെ നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. സിവിൽ സൊസൈറ്റി, ഡെമോക്രസി ടോപ്പിക്സ് 5 തവണ റിപ്പീറ്റഡ്ലി ഒക്കർ ചെയ്തിട്ടുണ്ട്.
ഇനി പവർ ഇൻ ലോക്കൽ കമ്മ്യൂണിറ്റീസ് എടുക്കുകയാണെങ്കിൽ 4 തവണ റെക്കറിംഗ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ടോപ്പിക്കാണ് പവർ ഇൻ ലോക്കൽ കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത്. എത്തനിസിറ്റി റൈസ് എന്ന് പറയുന്നത് 2 തവണ ഒക്കർ ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ്. ഇവാൻസ് പട്രിയാർക്കിന്റെ ടോപ്പിക് ആണെങ്കിൽ അതുപോലെ തന്നെ 2 തവണ ഒക്കർ ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ്. ഇവാൻസ് പട്രിയാർക്കിന്റെ സോഷ്യൽ സ്ട്രക്ചറും ഇതേപോലെ 2 തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. മെറിറ്റോക്രസിയും ഇതുപോലെ തന്നെയാണ് 2 തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇനി മിൽസിന്റെയും റെസ്മാന്റെയും കോൺസെപ്റ്റ്, മോഡേണിറ്റിയുടെ ഗിർദൻസിന്റെ കോൺസെപ്റ്റ്, മോഡേണൈസേഷൻ ഇൻ ഇന്ത്യൻ കോൺസെപ്റ്റ്, നിയോ ഫങ്ഷണലിസം, പാഴ്സന്റെ സോഷ്യൽ ആക്ഷൻ, വെബറിന്റെ എന്റർപ്രണർഷിപ്പ്, ഷുമേക്കർ ആൻഡ് വെബേഴ്സ് കോൺസെപ്റ്റുകളുടെ അനാലിസിസ്, ഇതുപോലുള്ള ക്വസ്റ്റ്യൻസും 2 തവണ ഒക്കർ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അടുത്തത് പാറ്റേൺ ഓഫ് ഒക്കറൻസ്. സിവിൽ സൊസൈറ്റി നമ്മൾ എടുത്ത് നോക്കുകയാണ്, സിവിൽ സൊസൈറ്റി ഡെമോക്രസി കോൺസെപ്റ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് അതിന്റെ പൊസിഷൻസ് എങ്ങനെയാണ്, അതിന്റെ എക്സാംസിന് അതിന്റെ ഇമ്പോർട്ടൻസും ഫ്രീക്വൻസീസ് ഒക്കെ റെക്കർ ചെയ്ത് വരുന്നത് കൊണ്ട് വളരെ ഇമ്പോർട്ടന്റും പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് സിവിൽ സൊസൈറ്റി ആൻഡ് ഡെമോക്രസി ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഈ പവർ ഇൻ ലോക്കൽ കമ്മ്യൂണിറ്റീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഐറ്റം എക്സാമിന് ചോദിക്കുന്നുണ്ട്. സോ ഹൈ റെലവൻസ് നമ്മുടെ കരിക്കുലത്തിനകത്ത് ഈ ഒരു ടോപ്പിക്കിന് കൊടുക്കുന്നുണ്ട്. എത്തനിസിറ്റി റൈസ്, ഇവാൻസ് പട്രിയാർക്കിന്റെ സോഷ്യൽ സ്ട്രക്ചർ കോൺസെപ്റ്റ്, മെറിറ്റോക്രസീസ് കൺസിസ്റ്റന്റ്ലി എക്സാമിന് ചോദിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇനി സജസ്റ്റഡ് ടോപ്പിക്സ് ഫോർ നെക്സ്റ്റ് എക്സാം, അതായത് ഇനി വരുന്ന എക്സാമിന് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഈ ഏരിയാസ് ഒന്ന് പഠിക്കാം. ഒന്നെന്ന് പറയുന്നത് സിവിൽ സൊസൈറ്റി ഡെമോക്രസി ടോപ്പിക്കുകൾ തന്നെയാണ്. 2 പവർ ഇൻ ലോക്കൽ കമ്മ്യൂണിറ്റീസ് റിപ്പീറ്റഡ്ലി ചോദിച്ചത് കൊണ്ട് തന്നെ ഇനി വരാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇനി എത്തനിസിറ്റി റൈസ്, മോഡേണൈസേഷൻ ഇന്ത്യൻ കോൺസെപ്റ്റ്സുകൾ ചോദിക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. പ്രഡിക്ഷൻസ് ആൻഡ് പ്രോബിലിറ്റി ഫോർ അപ്കമിങ് എക്സാം, ഇനി വരുന്ന എക്സാമിന് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്ന ടോപ്പിക്സുകൾ എന്ന് പറയുന്നത് സിവിൽ സൊസൈറ്റി ഡെമോക്രസി 5 ടൈം ഒക്കർ ചെയ്തിട്ടുണ്ട്, പവർ ഇൻ ലോക്കൽ കമ്മ്യൂണിറ്റീസ് 4 ടൈം ഒക്കർ ചെയ്തിട്ടുണ്ട്, എത്തനിസിറ്റി ആൻഡ് റൈസ് 2 ടൈം ഒക്കർ ചെയ്തിട്ടുണ്ട്, ഇവാൻസ് പട്രിയാർക്ക് 2 ടൈംസ് വന്നിട്ടുണ്ട്, ഇവാൻസ് പട്രിയാർക്കിന്റെ സോഷ്യൽ സ്ട്രക്ചർ, മെറിറ്റോക്രസി, മിൽസ് ആൻഡ് റെസ്മാന്റെ കോൺസെപ്റ്റ്, മോഡേണിറ്റി ഗിർദൻസിന്റെ കോൺസെപ്റ്റ്, മോഡേണൈസേഷൻ ഇൻ ഇന്ത്യ, നിയോ ഫങ്ഷണലിസം, പാഴ്സന്റെ സോഷ്യൽ ആക്ഷൻ, വെബറിന്റെ എന്റർപ്രണർഷിപ്പ്, വെബർ ഷുമേക്കറിന്റെയും കോൺസെപ്റ്റ്സുകൾ. അപ്പൊ ഇതൊക്കെ വീണ്ടും വീണ്ടും ഒക്കർ ചെയ്തിട്ടുണ്ട്, 2 തവണ ഒക്കർ ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ആണ്, വരാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പ്രഡിക്ഷൻസ് ഫോർ അപ്കമിങ് എക്സാം, ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സിവിൽ സൊസൈറ്റി ഡെമോക്രസി ടോപ്പിക്സ് ആണ്. ഹൈ ഫ്രീക്വൻസി ആയിട്ട് ഒക്കർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ ഇനിയും ചോദിക്കാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. ഇനി പവർ ഇൻ ലോക്കൽ കമ്മ്യൂണിറ്റീസ് 4 ടൈം ഒക്കർ ചെയ്തിട്ടുണ്ട്, സോ ഇതും ചോദിക്കാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. റൈസ് ആൻഡ് എത്തനിസിറ്റി 2 ടൈം ഒക്കർ ചെയ്തിട്ടുള്ളതാണ്, വളരെ സെൻട്രൽ തീം ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് റൈസ് ആൻഡ് എത്തനിസിറ്റി എന്ന് പറയുന്നത്. കണ്ടംപററി സോഷ്യോളജിക്കൽ ഡിസ്കഷൻസിന് വളരെ ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക് തന്നെയാണ് റൈസ് ആൻഡ് എത്തനിസിറ്റി എന്ന് പറയുന്നത്. ഇനി മോഡേണൈസേഷൻ ഇൻ ഇന്ത്യ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഈ ഒരു ടോപ്പിക്കിന്റെ റെലവൻസ് വരുന്നത്, മോഡേണിറ്റിയുടെ ഗിർദൻസിന്റെ കോൺസെപ്റ്റ്സ് എന്താണ്, ഇതുപോലുള്ള ആന്റണി ഗിർദൻസിന്റെ പെർസ്പെക്റ്റീവ് എന്താണ്, അതുപോലുള്ള ടോപ്പിക്സുകളും ചോദിക്കുന്നുണ്ട്. വെബറിന്റെയും ഷുമേക്കറിന്റെയും കോൺസെപ്റ്റ്സുകൾ എടുത്തു കഴിഞ്ഞാൽ എന്താണ് വെബറിന്റെ തിയറീസും ഷുമേക്കറിന്റെ തിയറീസും കോമൺ ആയിട്ട് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വെബറിന്റെയും ഷുമേക്കറിന്റെയും കോൺസെപ്റ്റ്സിനകത്തുനിന്ന് ചോദിക്കുന്നത്. ഇനി സ്ട്രാറ്റജിക് ഫോക്കസ് ഫോർ പ്രിപ്പറേഷൻ, നിങ്ങളുടെ എക്സാം ഫോക്കസ് ചെയ്ത് പഠിക്കുമ്പോൾ ഏതൊക്കെ ടോപ്പിക്സിന് ഹൈ ഫ്രീക്വൻസി കൊടുത്ത് പഠിക്കണം. ഹൈ ഫ്രീക്വൻസി കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിവിൽ സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് റോൾ ഓഫ് ഡെമോക്രസി, പവർ ഡൈനാമിക്സ് വിത്ത് ലോക്കൽ കമ്മ്യൂണിറ്റീസ്, എത്തനിസിറ്റി ആൻഡ് ഇറ്റ്സ് വേരിയസ് ഡയമെൻഷൻ എസ്പെഷ്യലി ഇൻ ദ കണ്ടെക്സ്റ്റ് ഓഫ് റൈസ്, modernization process and their impact on Indian society, theoretical perspectives on modernity, particularly with Anthony Giddens. So comparative analysis of entrepreneurship theories of Weber and Shoemaker, ഈ areas ഒന്ന് ഫോക്കസ് ചെയ്ത് വേണം പഠിക്കാനായിട്ടുള്ളത്. ഇനി കോംപ്രിഹെൻസീവ് നോട്ട് ടു ലേണേഴ്സ്, കീ ഫോക്കസ് ഏരിയ, ഫസ്റ്റ് വൺ സിവിൽ സൊസൈറ്റി ആൻഡ് ഡെമോക്രസി, ഫ്രീക്വൻസി ഓഫ് ഓക്കറൻസ് 5 തവണ ഒക്കർ ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളാണ് സിവിൽ സൊസൈറ്റി ആൻഡ് ഡെമോക്രസി എന്ന് പറയുന്നത്. ഹൈ പ്രയോറിറ്റി കൊടുത്തിട്ട് ഹൈ റെലവെന്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ് ഈ പറയുന്ന സിവിൽ സൊസൈറ്റി ആൻഡ് ഡെമോക്രസി. സിവിൽ സൊസൈറ്റിയുടെ റോൾ എന്താണ്, സിവിൽ സൊസൈറ്റിയുടെ റോൾ എന്താണ്, പ്രൊമോട്ടിംഗ് ഇൻ ഡെമോക്രാറ്റിക് വാല്യൂസ്, ഇങ്ങനെയുള്ള ഏരിയാസിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. സോ നിങ്ങൾ അത് ഫോക്കസ് ചെയ്ത് വേണം പഠിക്കാനായിട്ടുള്ളത്. ഇനി ഇതിന്റെ ഫോക്കസ് പോയിന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനിഷൻ ആൻഡ് തിയറീസ് ഓഫ് സിവിൽ സൊസൈറ്റി, റോൾ ഓഫ് സിവിൽ സൊസൈറ്റി ഇൻ ഡെമോക്രസി, പെർസ്പെക്ടീവ്സ് ഓഫ് ആന്റോണിയോ ഗ്രാംസി ആൻഡ് അതേഴ്സ്. സോ ഇതിന്റെ ടിപ്സ് നമ്മൾ പറയുകയാണെങ്കിൽ തിയറട്ടിക്കൽ പെർസ്പെക്ടീവ്സും അതിന്റെ പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻസും പഠിച്ചു വെച്ചിരിക്കാം. പവർ ഇൻ ലോക്കൽ കമ്മ്യൂണിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 4 ടൈം ഒക്കർ ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ക്രിട്ടിക്കലി പവറിന്റെ തിയറീസും ഡൈനാമിക്സും അനലൈസ് ചെയ്യുക അറ്റ് ലോക്കൽ ലെവൽ. ഫോക്കസ് പോയിന്റ് എന്ന് പറയുന്നത് തിയറീസ് ഓഫ് ഡൽബർട്ട് മില്ലിന്റെ കോൺസെപ്റ്റ്, റോബർട്ട് ദഹലിന്റെ കോൺസെപ്റ്റ്, ഡിഫറെന്റ് ഫോംസ് ഓഫ് പവർ ഇൻ കമ്മ്യൂണിറ്റീസ്, കേസ് സ്റ്റഡീസ് ഓഫ് ലോക്കൽ പവർ ഡൈനാമിക്സ്. ഇതിനകത്ത് നമ്മൾ ടിപ്സ്
പറയുകയാണ് എങ്കിൽ റിയൽ ലൈഫ് എക്സാമ്പിൾസ് ഇലുസ്ട്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എത്തനിസിറ്റി ആൻഡ് റേസ് കോൺസെപ്റ്റിൽ നിന്ന് ഫ്രീക്വൻസി വന്നിട്ടുള്ളത് 2 ടൈം ഒക്കർ ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് റേസ് ആൻഡ് എത്തനിസിറ്റി എന്ന് പറയുന്നത്. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടംപററി സോഷ്യോളജിക്കൽ ഡിസ്കഷനകത്ത് നിന്ന് ഐഡന്റിറ്റി ആൻഡ് സോഷ്യൽ സ്ട്രക്ചറിന്റെ പ്രാധാന്യം എന്തെന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക് കൊണ്ട് പഠിക്കുന്നത് കൊണ്ടിട്ടുള്ള പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. ഫോക്കസ് പോയിന്റ് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ definitions and differences between race and ethnicity, Barth and other models of ethnicity, social construction of race and ethnicity. ഇത് പഠിക്കേണ്ടപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ടിപ്പ് എന്ന് പറയുന്നത് ബോത്ത് തിയറട്ടിക്കൽ ഫ്രെയിംവർക്കും അതിന്റെ കണ്ടംപററി ഇഷ്യൂസ് റിലേറ്റഡ് ടു എത്തനിസിറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി മോഡേണൈസേഷൻ ഇൻ ഇന്ത്യ, ഫ്രീക്വൻസി ഓഫ് ഒക്കറൻസ് 2 ടൈം ഒക്കർ ചെയ്തിട്ടുള്ള ടോപ്പിക്സുകളാണ് മോഡേണൈസേഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ കണ്ടക്സിനകത്ത് നിന്ന് എങ്ങനെയൊക്കെയാണ് മോഡേണൈസേഷൻ വന്നപ്പോൾ സോഷ്യൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചേഞ്ചസ് ഒക്കർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ലേണേഴ്സ് ഇത് പഠിക്കുന്നത് കൊണ്ട് അനലൈസ് ചെയ്യുന്നത്. ഇതിന്റെ ഫോക്കസ് പോയിന്റ് നമ്മൾ നോക്കുകയാണ് എങ്കിൽ തിയറീസ് ഓഫ് മോഡേണൈസേഷൻ, ഇമ്പാക്ട് ഓൺ ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കമ്പാരിറ്റീവ്ലി അനലൈസിസ് വിത്ത് അതർ സൊസൈറ്റീസ്. സോ നമ്മൾ ഈ തിയറീസ് പഠിക്കുന്ന സമയത്ത് ഇന്ത്യൻ എക്സാമ്പിൾസും കേസ് സ്റ്റഡീസും പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അടുത്ത മോഡേൺ ഗിഡൻസിന്റെ കോൺസെപ്റ്റ് ആണ് ഫ്രീക്വൻസി ഓഫ് ഒക്കറൻസ് 2 തവണ ഓഫർ ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇമ്പോർട്ടൻസ് നോക്കുകയാണ് എങ്കിൽ മോഡേണിറ്റി വന്നത് കാരണം സൊസൈറ്റിയിൽ ചേഞ്ചസും അതിന്റെ തിയറട്ടിക്കൽ പെർസ്പെക്ടീവ്സും ആണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ഇതിന്റെ ഫോക്കസ് പോയിന്റ് നോക്കുകയാണെങ്കിൽ ആന്റണി ഗിഡൻസിന്റെ തിയറീസ് ഓഫ് മോഡേണിറ്റി, ഇമ്പാക്ട് ഓഫ് മോഡേണിറ്റി ഓൺ സോഷ്യൽ സ്ട്രക്ചർ, കമ്പാരിസൺ വിത്ത് ദ തിയറിസ്റ്റ് ലൈക്ക് ബെക്കിന്റെ കോൺസെപ്റ്റ് ആയിട്ടുള്ള കമ്പാരിസൺ നമ്മൾ നോക്കുന്നുണ്ട്. സോ ഈ ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഗിഡൻസിന്റെ തിയറീസും അതിന്റെ ആപ്ലിക്കേഷൻസും വരുന്ന സമയത്ത് കറന്റ് സൊസൈറ്റിയുടെ ട്രെൻഡ്സ് എന്താണ്, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവും. ഇനി വെബറിന്റെയും ഷുമേക്കറിന്റെയും കോൺസെപ്റ്റ് ഓൺ എന്റർപ്രണർഷിപ്പ് നമ്മൾ നോക്കുന്ന സമയത്ത് ഫ്രീക്വൻസി ഓഫ് ഒക്കറൻസ് എന്ന് പറയുന്ന 2 തവണ ഒക്കർ ചെയ്തിട്ടുള്ള ടോപ്പിക്കാണിത്. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി അനലൈസ് ചെയ്യാനായിട്ട് സോഷ്യോളജിക്കൽ തിയറീസുമായിട്ടുള്ള കമ്പാരിറ്റീവ്ലി അനലൈസ് ആണ് വെബറിന്റെയും ഷുമേക്കറിന്റെയും ഈ ഒരു കോൺസെപ്റ്റ് പഠിക്കുന്നത് കൊണ്ട് ലേണേഴ്സ് മനസ്സിലാക്കേണ്ടത്. ഇതിന്റെ ഫോക്കസ് പോയിന്റ് നമ്മൾ നോക്കുന്ന സമയത്ത് വെബറിന്റെയും ഷുമേക്കറിന്റെയും കോൺസെപ്റ്റ് ഓഫ് എന്റർഷിപ്പ് എന്താണെന്ന് നോക്കും, തിയറിറ്റിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ ഡിഫറൻസസ് എന്താണെന്ന് നോക്കും, ഇംപ്ലിക്കേഷൻസ് ഓഫ് മോഡേൺ ആൻഡ് സോഷ്യൽ സിസ്റ്റംസ് എങ്ങനെയാണ്, മോഡേൺ എക്കണോമിക് സിസ്റ്റംസും സോഷ്യൽ സിസ്റ്റംസിന്റെയും ഇംപ്ലിക്കേഷൻസ് എന്താണ് എന്നുള്ളത് നോക്കും. ടിപ്സ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിന്റെ ഒരു ഡീറ്റെയിൽ കമ്പാരിസേഷനും അതിന്റെ ബ്രോഡർ ഇംപ്ലിക്കേഷൻസ് എന്താണ് ഈച്ച് തിയറിസ്റ്റുകളും ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അനലൈസ് ചെയ്തും പഠിച്ചും വെച്ചിരിക്കുക കേട്ടോ. അടുത്ത അഡീഷണൽ ആയിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്സ് എന്ന് പറയുന്നത് നിയോ ഫങ്ഷണലിസം, പാഴ്സന്റെ ആക്ഷൻ തിയറി, വെബേഴ്സ് തിയറി ഓൺ ബ്യൂറോക്രസി ആൻഡ് എന്റർപ്രണർഷിപ്പ്, മെറിറ്റോക്രസി ആൻഡ് ഇറ്റ്സ് ക്രിട്ടിക്സ്, ഇവാൻസ് പെർട്ടിയാക് സോഷ്യൽ സ്ട്രക്ചർ, മിൽസിന്റെയും റിസ്മാന്റെയും കോൺസെപ്റ്റ് ഓഫ് പവർ റിലേറ്റഡ് ടോപ്പിക്സുകൾ ഒന്ന് പഠിച്ചു വെച്ചിരിക്കാം. ഇനി സ്റ്റഡി ടിപ്സ് എന്ന് പറയുമ്പോൾ ലേണേഴ്സ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കീ തിയറീസും അതിന്റെ തിയറിസ്റ്റുകളെയും മനസ്സിലാക്കി വെച്ചിരിക്കാം. അതായത് സോഷ്യോളജിയുടെ തിയറീസും അതിന്റെ പ്രൊപ്പോണൻസും ആരാണ്, അത് നിങ്ങൾ ഓരോ കോൺസെപ്റ്റും എക്സ്പ്ലെയിൻ ചെയ്യാനും അതിനെ കമ്പയർ ചെയ്യാനും അവരുടെ ഐഡിയാസിൽ വരുന്ന ക്രിട്ടിക്കുകൾ മനസ്സിലാക്കിയെടുക്കാനും നിങ്ങൾ ശ്രമിക്കുക. ആ ഒരു ഓരോ തിയറിസ്റ്റിനെയും അവരുടെ കോൺസെപ്റ്റ്സും അതിന്റെ ക്രിട്ടിക്കും എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇനി രണ്ടാമത് വരുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത് യൂസ് റിയൽ വേൾഡ് എക്സാമ്പിൾസ്. നമുക്ക് റിലേറ്റ് ചെയ്യാൻ വരുന്ന എക്സാമ്പിൾസ് കോൺസെപ്റ്റ്സുമായിട്ട് വരുമ്പോൾ കണ്ടംപററി സൊസൈറ്റിയിൽ നിന്ന് വരുന്ന എക്സാമ്പിൾസും കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. പർട്ടിക്കുലർലി ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് ഫോക്കസ് ചെയ്തിട്ട് വേണം എക്സാമ്പിൾസ് കൊടുക്കേണ്ടത്. ഇനി തേർഡ് ടിപ്പ് എന്ന് പറയുന്നത് പ്രാക്ടീസ് റൈറ്റിംഗ് എസ്സേസ്. സോ നമ്മൾ ആൻസേഴ്സ് പ്രാക്ടീസ് ചെയ്യാം. ആൻസേഴ്സ് പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ എബിലിറ്റിയിൽ ഒരു ക്ലിയർ ആയിട്ടും കൺസൈസ് ആയിട്ടും വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് നമ്മുടെ ആൻസർ എഴുതാനായിട്ട് നമുക്ക് സാധിക്കും. അതിന് നിങ്ങൾ പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ടൈം ലിമിറ്റ് വെച്ച് എഴുതാനായിട്ട് ശ്രമിക്കാം. അടുത്തത് പ്രയോറിറ്റൈസ് ഹൈ വെയിറ്റേജ് ടോപ്പിക്സ്. ഹൈ വെയിറ്റേജ് വരുന്ന ടോപ്പിക്സുകൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ടോപ്പിക്സുകൾക്ക് കൂടുതലായിട്ടും ഫ്രീക്വൻസി കൊടുത്തിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ഫ്രീക്വന്റ് ആയിട്ടും വരുന്ന ചോദ്യങ്ങൾക്ക് ഹൈ പ്രയോറിറ്റി കൊടുത്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കാം. സ്റ്റേ അപ്ഡേറ്റഡ്, അതായത് സോഷ്യോളജിക്കൽ തിയറീസും അതിന്റെ കറന്റ് ഈവന്റ്സും ട്രെൻഡ്സും ഒക്കെ നിങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുക. പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ടേം ആൻഡ് എക്സാമിനേഷൻ ജൂൺ 2024 ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ലേൺ വൈസ് നിങ്ങൾക്കായിട്ട് തരുന്നുണ്ട്. ടൈം അലോട്ട് ചെയ്തിട്ടുള്ളത് 3 hours ആണ്. മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 100 marks ആണ്. സോ ഇതിനകത്ത് നമുക്ക് എഴുതാനായിട്ട് എക്സാമിന് പറഞ്ഞിരിക്കുന്നത് 100 മാർക്കിന് 5 ക്വസ്റ്റ്യൻസ് ആണ് എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ആൻസർ എനി 5 ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ അബൌട്ട് 500 words. 500 wordsനാണ് എഴുതേണ്ടത്. Answer at least 2 questions from each section. All questions carry equal marks.
2 സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 2 സെക്ഷനകത്ത് നിന്ന് ഈ 2 ക്വസ്റ്റ്യൻ എഴുതണം. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സെക്ഷനിൽ നിന്ന് എടുത്തെഴുതാം. അങ്ങനെ നമ്മൾ മൊത്തം 5 ക്വസ്റ്റ്യൻ ആണ് എഴുതുന്നത്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിസ്കസ് ദ റോൾ ഓഫ് സിവിൽ സൊസൈറ്റി ഇൻ പ്രൊമോട്ടിംഗ് ഡെമോക്രസി. സിവിൽ സൊസൈറ്റിയുടെ റോൾ എന്താണ് ഡെമോക്രസി പ്രൊമോട്ട് ചെയ്യാനുള്ളതെന്നാണ് ഒന്നാമത്തെ സെക്ഷനകത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ. സോ അനലൈസ് വേരിയസ് തിയറീസ് ഓഫ് സിവിൽ സൊസൈറ്റി ആൻഡ് ദി റെലവൻസ് ഓഫ് ഡെമോക്രാറ്റിക് ഗവർണൻസ്. എക്സാമ്പിൾസ് യൂസ് ചെയ്യുക നിങ്ങളുടെ പോയിന്റ്സ് ഇലിസ്ട്രേറ്റ് ചെയ്യാനായിട്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്രിട്ടിക്കലി എക്സാമിൻ വെബേഴ്സ് ആൻഡ് ഷുമേക്കർ പെർസ്പെക്റ്റീവ് ഓൺ എന്റർപ്രണർഷിപ്പ്. ഈ ക്വസ്റ്റ്യനകത്ത് കമ്പയർ ചെയ്യുക, കോൺട്രാസ്റ്റ് ചെയ്യുക ഓരോ സോഷ്യോളജിസ്റ്റും അവരുടെ ഐഡിയാസ് എന്താണ്, റോൾ ഓഫ് എന്റർപ്രണർഷിപ്പ് എന്താണ് എക്കണോമിക് ആൻഡ് സോഷ്യൽ സിസ്റ്റത്തിനകത്ത്, അതിന്റെ ഇംപ്ലിക്കേഷൻസ് എന്താണ് പോസ്റ്റ് മോഡേൺ എക്കണോമിക്സിനകത്ത് വരുമ്പോൾ, ഇതുപോലുള്ള കാര്യങ്ങൾ വേണം ആ ക്വസ്റ്റ്യനകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് മോഡേണിറ്റി അക്കോർഡിംഗ് ടു ആന്റണി ഗിഡൻസ്. ഇതിനകത്ത് നിന്ന് ആന്റണി ഗിഡൻസിന്റെ മോഡേണിറ്റി കോൺസെപ്റ്റ്സുകൾ എക്സ്പ്ലെയിൻ ചെയ്യുക, എങ്ങനെയാണ് മോഡേണിറ്റീസ് ഇൻഡിവിജ്വൽസിന്റെ ലൈഫിനെയും സോഷ്യൽ സ്ട്രക്ചേഴ്സിനെയും അഫക്ട് ചെയ്യുന്നതെന്നുള്ളതും കൂടെ മെൻഷൻ ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് ഇവാലുവേറ്റ് ദ കോൺസെപ്റ്റ് ഓഫ് പവർ ഇൻ ലോക്കൽ കമ്മ്യൂണിറ്റീസ്. ഇതിനകത്ത് നിന്ന് ഡിസ്കസ് ചെയ്യേണ്ടത് മില്ലറിന്റെയും ദഹലിന്റെയും പവർ ഡൈനാമിക്സ് കോൺസെപ്റ്റ്സുകൾ എക്സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്യുക, പവർ എങ്ങനെയാണ് ലോക്കൽ കമ്മ്യൂണിറ്റീസിനകത്ത് എക്സസൈസ് ചെയ്യേണ്ടതെന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് എക്സ്പ്ലെയിൻ ദ തിയറി ഓഫ് നിയോ ഫംഗ്ഷനിസം. നിയോ ഫംഗ്ഷനിസം തിയറി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് നിന്ന് നിയോ ഫംഗ്ഷനിസ്റ്റിന്റെ മെറിറ്റും ഡിമെറിറ്റും എന്താണെന്ന് എഴുതുക. ട്രഡീഷണൽ ഫംഗ്ഷനിസവുമായിട്ട് ഒരു കമ്പയറും കൂടെ ചെയ്തിട്ട് വേണം എഴുതാനായിട്ടുള്ളത്. ഇനി സെക്ഷൻ 2 വന്നിട്ട് അനലൈസ് സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് എത്തനിസിറ്റി. ഇതിനകത്ത് നിന്ന് ബാർത്തിന്റെയും അതർ മോഡൽസ് ഓഫ് എത്തനിസിറ്റി മെൻഷൻ ചെയ്യുക. എത്തനിസിറ്റി എങ്ങനെയാണ് സോഷ്യലി കൺസ്ട്രക്ട് ചെയ്യുന്നത്, അതിന്റെ ഇംപ്ലിക്കേഷൻസ് എന്താണ് സോഷ്യൽ ഐഡന്റിറ്റി നമ്മൾ നോക്കുമ്പോൾ എന്നുള്ളതും കൂടെ ഈ ഒരു ക്വസ്റ്റിനകത്ത് മെൻഷൻ ചെയ്തിട്ട് വേണം എഴുതാനായിട്ടുള്ളത്. ഇനി 7 വന്നിട്ട് ഡിസ്കസ് ദ പ്രോസസ് ഓഫ് മോഡേണൈസേഷൻ ഇൻ ഇന്ത്യ. ഇതിനകത്ത് നിന്ന് ഇമ്പാക്ട് ഓഫ് മോഡേണൈസേഷൻ എങ്ങനെയാണ് ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് വരുന്നത്, ഇന്ത്യൻ എക്സ്പീരിയൻസ് വിത്ത് അതർ കൺട്രീസ് എന്നുള്ളത് മെൻഷൻ ചെയ്യാം. അടുത്തത് 8ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് ഡിസ്കസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് പാഴ്സൺസ് ആക്ഷൻ തിയറി ഇൻ സോഷ്യോളജി ആണ്. ഇതിനകത്ത് നിന്ന് പാഴ്സന്റെ കമ്പോണൻസ് ഓഫ് ആക്ഷൻ തിയറി എന്താണെന്നുള്ള മെൻഷൻ ചെയ്യുക, അതിന്റെ റെലവൻസും ആപ്ലിക്കേഷനും എന്താണ് കണ്ടംപററി സോഷ്യോളജിക്കൽ സ്റ്റഡീസിനകത്ത് എന്നുള്ളത് മെൻഷൻ ചെയ്യുക. അടുത്തത് വാട്ട് ഈസ് മെറിറ്റോക്രസി, ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ദ റോൾ ഇൻ സൊസൈറ്റി. ഇതിനകത്ത് നിന്ന് മെറിറ്റോക്രസി എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക, അതിന്റെ ഫൗണ്ടേഷൻ ഓഫ് കോൺസെപ്റ്റ്സുകളും മെൻഷൻ ചെയ്യും. ഇതിനകത്ത് നിന്ന് അതോടൊപ്പം തന്നെ അതിന്റെ ബെനിഫിറ്റ്സും ഡ്രോബാക്സും ഓഫ് മെറിറ്റോക്രസി എന്താണെന്നുള്ളതും കൂടി മെൻഷൻ ചെയ്യാം. ഇനി എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റേസ് ആൻഡ് എത്തനിസിറ്റി. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക ആൻഡ് ഡിഫൈൻ ചെയ്യുക, റേസും എത്തനിസിറ്റിയും എന്താണെന്നുള്ളത്. അതോടൊപ്പം തന്നെ ഇതിന്റെ സോഷ്യോളജിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണ് ഈ കോൺസെപ്റ്റിന്റെ, അതിന്റെ ഇന്റർറിലേഷൻ എന്താണ് എന്നുള്ളതും കൂടെ മെൻഷൻ ചെയ്യണം ഈ ഒരു ക്വസ്റ്റിനകത്ത്. സോ ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ യുവർ എക്സാംസ്. താങ്ക് യു. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗോരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ അൾട്ടിമേറ്റ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലേൺവൈസിൽ ജോയിൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ലേൺവൈസിലെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട്. 7592939616 എന്നുള്ളതാണ് നമ്പർ. ഞാൻ ഒന്നുകൂടി പറയാം, നോട്ട് ചെയ്ത് നോക്കുക. 7592939616. So all the best for your upcoming IGNO exams. Thank you.